ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, കനലൊരു തരിമതി. കനലൊരു തരിമതി സമ്മതിച്ചു. പക്ഷേ 1925 മുതൽ ഈ തരി അവിടെ അങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്നത് മാത്രമല്ല, ആ തരി കിടന്നിടത്ത് പോലും ഇപ്പോൾ കാണാൻ സാധനം പോലും ഇല്ല, സാധനമില്ല. വീണ്ടും അവർ പറയുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. എന്താണത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടത് പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഇത് കാലാകാലമായിട്ട് നമ്മൾ നോക്കിയാൽ അവരുടെ നയശൂന്യത കൊണ്ടോ രാഷ്ട്രീയമായ വ്യക്തത കുറവ് കൊണ്ടോ നേതൃശൂന്യത കൊണ്ടോ ആശയദാരിദ്ര്യം കൊണ്ടോ കാലത്തിനനുസരിച്ച് മാറാനുള്ള അവരുടെ മൗഢ്യം കൊണ്ടോ ഇടത് പ്രസ്ഥാനത്തിൻ്റെ കാലഹരണപ്പെട്ട സ്വഭാവം കൊണ്ടോ ഇങ്ങനെ പല കാരണങ്ങൾ ഈ പറഞ്ഞതൊക്കെ മോറോർലെസ് ശരിയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഒരു കോണിലും ഇടത് എന്ന് പറയുന്ന ഒരാശയഗതി തന്നെ അർത്ഥവത്തായി നിലനിൽക്കുന്നില്ല. ഇത് കാൾമാർക്സിൻ്റെ സിദ്ധാന്തത്തിൽ നിന്ന് ഉടലെടുത്ത ഒരാശയമായിരുന്നു. അത് കാൾമാർക്സിൻ്റെ പോലും സ്വന്തമല്ല, അതിനു മുമ്പ് അദ്ദേഹം തന്നെ കടം കൊണ്ടതായിരുന്നു. അതിനും പിന്നിലേക്ക് പോയ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആശയത്തിൻ്റെ അതിൻ്റെ ആദിരൂപം, അതിൻ്റെ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് ക്രിസ്തു വിചാരങ്ങളാണ്. ഏതായാലും ഇടത് പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ലോകത്ത് സജീവമായി രാഷ്ട്രീയ രംഗത്തും ബൗദ്ധിക രംഗത്തും നിലനിന്ന ഒരു ആശയമാണ്. ഇന്ത്യയിൽ അത് രാഷ്ട്രീയ അസ്തിത്വം കൈവരിച്ച് വരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. ഇന്ത്യയിലെ തീക്ഷ്ണ യൗവനം, സമരോത്സുകരായ ആളുകൾ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം പൊതുരംഗത്തേക്ക് ബുദ്ധിജീവികളും അധ്യാപകരും അഭിഭാഷകരും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും സ്വയംഭരണാവകാശത്തിനും വേണ്ടി സമരോത്സുകരായി രംഗത്ത് വന്നു. അതിനിടയിൽ ഈ സമര രംഗത്ത് നിന്ന് പിടിക്കപ്പെട്ട് ജയിലിൽ പോയ ആളുകൾക്ക് ജയിൽ പുള്ളികളിൽ നിന്നും ബോംബെയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കണ്ണൂർ ജയിലിൽ നിന്നുമൊക്കെ കിട്ടിയ ആശയമാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ ആശയം. അത് ഈ അന്നത്തെ ആശയവിനിമയ രീതി ഇന്നത്തെ പോലെ സജീവമായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ജയിൽ പുള്ളികൾക്കിടയിൽ കൈമാറി കിട്ടിയ ഒരാശയമാണ്. അങ്ങനെയാണ് കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റ് ചേരി എന്ന് പറയാവുന്ന അതിൻ്റെ തുടക്കമെന്ന നിലയിൽ സോഷ്യലിസ്റ്റുകളുണ്ടായി, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ. അതിനു മുമ്പ് തന്നെ ഈ സാഹചര്യം ഉരുത്തിരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് പുറത്ത് ഉണ്ടായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 താഷ്കൻഡിൽ മാനവേന്ദ്രനാഥ റോയ് എന്ന ആളിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. അത് ഇവിടെ നിന്ന് തീർത്ഥാടനത്തിന് പോയ ചില ആളുകളെയൊക്കെ കൂട്ടി പിടിച്ചിരുത്തി റോയ് രൂപീകരിച്ചതായിരുന്നു. അതിനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 5 വർഷത്തിന് ശേഷം കാൺപൂരിലാണ്. അത് 1925 ഡിസംബറിലാണ് അത് രൂപം കൊള്ളുന്നത്. ഡിസംബറിൽ ആ വർഷം 25 ഡിസംബറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. പിന്നെയും ഈ പ്രാദേശിക ഘടകങ്ങളൊക്കെ രൂപപ്പെട്ടു വരാൻ വർഷങ്ങളെടുത്തു, അനേകം വർഷങ്ങളെടുത്തു. കേരളത്തിൽ അത് സജീവമായി ഉണ്ടായത് ഇതിനെപ്പറ്റി കൃത്യമായ തീയതിയും ഡേറ്റും ഒന്നും ദിവസങ്ങളൊന്നും ആർക്കും ഓർമ്മയില്ല. പലരും പല രീതിയിലാണ്. ആലപ്പുഴയിൽ 1938 പിന്നെ തലശ്ശേരിയിലെ പിണറായിയിലെ പാറപ്പുറത്ത് 39 അപ്പോൾ ഇതിലേതാണ് ആദ്യത്തെ രൂപീകരണ കമ്മിറ്റി എന്നൊന്നും അവർക്കിടയിൽ തന്നെ ഒരു ഏകരൂപമില്ല. ഇതെല്ലാം ശരിയാണ്. ആലപ്പുഴയിലുണ്ടായി, ചില ആളുകൾ കൂടി ഇരുന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ അത് തിരുവിതാംകൂറിലായിരുന്നു. പിന്നെ മലബാർ, അന്ന് കേരളം ആയിട്ടില്ലല്ലോ. അപ്പോൾ മലബാറിൽ രൂപം കൊണ്ടത് പാറപ്പുറത്ത് പിറ്റേ കുറച്ച് വർഷമാണ്. അതിൽ EMSഉം NC ശേഖറും ഒക്കെ പങ്കെടുത്തതായിട്ട് പാർട്ടി രേഖകൾ, പാർട്ടിയുടെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമാന്യ ജനങ്ങളിൽ ഒരു ആവേശം ഉയർത്തി.
അത് ഒരു സമത്വ സിദ്ധാന്തമാണ്, സാഹോദര്യത്വമാണ് അതിൻ്റെ അടിത്തറ. ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന ഫ്രഞ്ച് വിപ്ലവാനന്തരം വന്ന ആശയം കമ്മ്യൂണിസ്റ്റുകാർ എത്തിപ്പിടിക്കുകയും അത് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നാടകമായും കവിതയായും കലാരൂപങ്ങളായും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുവഴി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും വായിച്ചിട്ടല്ല കേരളത്തിലെ സാമാന്യ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായ. സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകം കണ്ടിട്ടും ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെയും KPSCയുടെയും നാടകങ്ങളും കണ്ടിട്ട് അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് അപ്പോൾ ആർട്ടിസ്റ്റുകൾ ആണ് കമ്മ്യൂണിസത്തിന് കേരളത്തിൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുത്തത്. ഇത്തരം കലാപ്രവർത്തനം ബംഗാളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബംഗാളിലും അതിന് ഒരു ആശയാടിത്തറ ഉണ്ടായി. സാമാന്യ ജനം വിചാരിച്ചിരിക്കുന്നത് സമത്വം വരും, സ്വത്തുകളൊക്കെ നമുക്കിടയിൽ വീതിക്കപ്പെടും, അപ്പം നമ്മൾ എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു സ്വപ്നസുന്ദര ഉട്ടോപ്യ പിറക്കും എന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ എന്ന് ബംഗാളുകാർ പറയുമായിരുന്നു. അപ്പോൾ ആ തരത്തിലാണ് കമ്മ്യൂണിസം വന്നത്. കേൾക്കാൻ വളരെ സുഖമുള്ള ഒരാശയമാണ്. പക്ഷേ പ്രയോഗത്തിൽ വന്നപ്പോൾ ഇത് മുഴുവൻ പോയി, ഈ സ്വപ്നം മുഴുവൻ ദുസ്വപ്നമായി മാറി. കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നപ്പോൾ അത് മർദ്ദനം, എല്ലാ അടിച്ചമർത്തൽ സ്വഭാവവും പറഞ്ഞു വന്നിരുന്ന സിദ്ധാന്തങ്ങൾക്ക് എല്ലാം അതിൻ്റെ മുഖമുദ്രയായി. സ്വന്തം തൊഴിലാളികളെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ വന്നു കേരളത്തിൽ അധികാരത്തിൽ. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ എല്ലാ യാഥാസ്ഥിക സ്വഭാവങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും സ്വഭാവമായി തീരും എന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ജനങ്ങൾ 1957, 58, 59 കാലത്ത് ഈ സ്വപ്നമെല്ലാം പുലിഞ്ഞ് നിരാശരായി അവർ പിന്നെ ആശ്രയമറ്റവരെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടാൻ തുടങ്ങി. അതാണ് വിമോചന സമരത്തിൻ്റെ പാഠം 59. ഈ നിലയിൽ ജനങ്ങൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അധികാര ഭരണം ആ ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത് കളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് കൊണ്ടല്ല, തിരിച്ച് ജനവിരുദ്ധമാണ് ഒരു ഭരണകൂടത്തിൻ്റെ ജനങ്ങളോടുള്ള സമീപനം. അവർ പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പായില്ല. വിദ്യാഭ്യാസ പരിഷ്കാരമായാലും ഭൂപരിഷ്കരണമായാലും ഇതെല്ലാം ജനങ്ങളിൽ അങ്കലാപ്പാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ സ്വത്ത് വീതം വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതെല്ലാം കേട്ട് ഇവിടുത്തെ സ്കൂൾ മാനേജർമാരും പ്ലാന്റേഷൻ ഉടമകളും എല്ലാം കൂടെ ധനസഹായം ചെയ്ത് വിമോചന സമരം ഉണ്ടാക്കി. കോൺഗ്രസിനെയും മറ്റ് മതസംഘടനകളെയും സമര രംഗത്തിറക്കി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോ ആൻഡ് ഓർഡറിൻ്റെ പേരിൽ അന്ന് ഡിസ്മിസ് ചെയ്യേണ്ടി വന്നു കേന്ദ്ര ഗവൺമെൻറ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നപ്പോൾ അവസ്ഥ. അപ്പോൾ ഈ ആശയം പക്ഷേ നമ്മുടെ ബുദ്ധിജീവികളും കുറേ എഴുത്തുകാരും മറ്റ് ആളുകളും ഇതിങ്ങനെ പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ എല്ലാവരും സമന്മാരാകുന്ന സമത്വസുന്ദര ലോകം സ്വപ്നം കാണാൻ വളരെ എളുപ്പമാണ്. അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന ആരാണ്? പക്ഷേ ഇത് പ്രയോഗതലത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ അപകടങ്ങളെല്ലാം മനസ്സിലാകുന്നത്. കാൾ മാർക്സ് ഒരു നല്ല എക്കണോമിസ്റ്റായിരുന്നു. പക്ഷേ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യ ചിന്തയെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ചുക്കും അറിയില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ കാര്യബോധമുള്ള ആളുകൾ മാർക്സിനെ വിലയിരുത്തിയിട്ടുണ്ട്. മാർക്സിന് മനുഷ്യ മനസ്സിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലായിരുന്നുവെന്ന് പിൽക്കാലത്തുള്ള ന്യൂ മാർക്സിസ്റ്റുകൾ കണ്ടെത്തുകയും അതുകൊണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തവും മാർക്സിൻ്റെ സിദ്ധാന്തവും കൂടെ കലർത്തിയ ഒരു പുതിയ മാർക്സിയൻ തിയറി കൊണ്ടുവരണം എന്ന് ഫ്രഞ്ച് ചിന്തകന്മാരൊക്കെ ആലോചിച്ചതാണ്. അതിന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പ്രണേതാക്കളുണ്ട്. എന്നതുപോലെ ഈ മനുഷ്യരെ തിരിച്ചറിയാത്ത നേതാക്കൾക്കും പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പങ്കുണ്ടായിരിക്കാം. ഇപ്പോൾ തന്നെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുമ്പോൾ തന്നെ മോദിക്കെതിരായിട്ട് BJPക്കെതിരായിട്ടൊരു വിശാല മുന്നണി എന്ന സ്വപ്നത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യ മുന്നണി, അതിന് പോലും ഒരുപക്ഷെ ഇടത് CPM ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മുൻകൈ എടുത്തിരുന്നെങ്കിൽ, വേണ്ട രീതിയിൽ മുൻകൈ എടുത്തിരുന്നെങ്കിൽ പക്ഷേ ഇച്ചിരി കൂടിയൊക്കെ അത് ഫലവത്തായി മുന്നേറാൻ സാധിക്കുമായിരുന്നു. അവിടെ പോലും അതിന് പോലും മുൻകൈ എടുത്തിട്ടില്ല വാസ്തവത്തിൽ.
എന്നിട്ടും അവർ പറയുന്നു ഇപ്പോൾ പാർട്ടി ആയാലും ശരി, പാർട്ടി നേതാക്കളായാലും ശരി, ഒരാളിലേക്കും ഒരിടത്തേക്കും ചുരുങ്ങുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യം പറയുന്നത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. അത് ഞാനില്ലെങ്കിൽ നിങ്ങളെല്ലാം അസ്തമിച്ചു പോകും, പ്രളയമായി പോകും ഇവിടെ എന്ന് പറയുന്നത് പോലുള്ള പരിഹാസ്യമാണത്. ഇങ്ങനൊരു പ്രചരണവാചകം അവർ ഈ ഇലക്ഷൻ കാലത്ത് കോയിൻ ചെയ്തെടുത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പൊളിറ്റിക്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വട്ടപൂജ്യമാണ്. തെക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ ഒരു മണൽത്തിട്ടയിൽ ഇതിങ്ങനെ തേരട്ടയെ പോലെ കിടക്കുന്നു എന്നേ ഉള്ളൂ. നിർജീവമായ ഒരു അവസ്ഥയിലാണ്. ഇത് തുടർച്ചയായിട്ട് ഈ ആശയം ഭരിച്ച 33 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാളിലെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിതി ഇന്ന് പരിശോധിച്ചാൽ ഇതുപോലെ ഒരു ഭൂതം ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്ന് നമുക്ക് തോന്നും. ഇന്നും ബംഗാളിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അവിടുത്തെ സാധാരണ മനുഷ്യർ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്ന ചിത്രമാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഇടത് ചിന്ത രൂഢമൂലമാകുകയും അവർ അധികാരത്തിൽ വരികയും ചെയ്താൽ ഇന്ത്യയുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഇത് സ്വയം അവനവന് പറഞ്ഞ് സൂഹിക്കാമെന്നുള്ളതിനപ്പുറത്ത് ഇത് സാമാന്യ ജനങ്ങളുടെ മുന്നിൽ വില പോവില്ല. അല്ല, എത്ര നാൾ ഇങ്ങനെ ഒരു വാക്യം ഉയർത്തിപ്പിടിച്ചിട്ട് പ്രചരണ വാക്യം ഉപയോഗിച്ചിട്ട് എത്ര നാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി. ഇപ്പോൾ ദില്ലിയിൽ ചെന്ന് കൈവക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടിയും വല്ലപ്പോഴും മാത്രം പോകുന്നു. അത് അവനവൻ്റെ സൗകര്യം നോക്കി പോവുക. ആ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാർ, ഈ കനലൊരു തരി മതി. പക്ഷേ ആ തരി ഈ അടുത്ത കാലത്തൊന്നും ആളിപ്പെടാൻ സാധ്യതയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, കനൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ അവർ തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ അത് പരസ്പരം മത്സരിച്ച് സ്വയം തകരുന്ന ഒരു പ്രസ്ഥാനത്തിന് അവർ നേരത്തെ ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ അവർ പറഞ്ഞത് ഇടതുമുന്നണി വരും, എല്ലാം ശരിയാകും, എല്ലാം ആർക്കും ശരിയായി. അതും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പോലും എല്ലാം ശരിയായോ? അത് നമ്മുടെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അതുപോലെ ഒരു മുദ്രാവാക്യം കോയിൻ ചെയ്യാനുള്ള ആവേശത്തിൽ അവരുണ്ടാക്കിയതാണ്. ഇതിന് യാതൊരു അർത്ഥവുമില്ല. ഇത് അർത്ഥശൂന്യമായൊരു മുദ്രാവാക്യമാണ്. ഇന്ത്യയിൽ ഇടതിൻ്റെ പ്രസക്തി. ഇൻ ഇന്ത്യൻ കോൺടെസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ ഈസ് എ ജോക്ക്. അതിനപ്പുറത്ത് നമുക്ക് മറ്റൊരു വാചകം പറയാനില്ല. ആയിക്കോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.